പ്രേമം. എന്നിട്ട് പുതിയ പേരൊക്കെ കണ്ടുപിടിച്ചു, ലവ് ബോംബിങ്. നിങ്ങൾക്കറിയാം എന്താന്ന് ലവ് ബോംബിങ്? അതായത് പ്രണയത്തിലായാൽ ആദ്യത്തെ 2 ആഴ്ച സ്നേഹിച്ചു കൊല്ലുന്നതിന്റെ പേരാണ് എന്ത് പറ, ലവ് ബോംബിങ്. നമ്മളൊക്കെ ലവ് എന്തായിരുന്നോ? നമ്മളൊരു ലവ് പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല. ഇവരൊക്കെ ലവ് ബോംബ്. ബെഞ്ചിങ്, വേറെ പേര് ബെഞ്ചിങ്. ഒരാളായിട്ട് പ്രേമുള്ളപ്പോൾ വേറൊരാളെ സൈഡിൽ ഇരുത്തുന്നതിന്റെ പേരാണ് ബെഞ്ചിങ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്തിനാ ജനിച്ചത് എന്തിനാ ജീവിക്കുന്ന അറിയാത്ത ഒരു ബെസ്റ്റി. അവൻ തന്നെ അറിയില്ല ഞാൻ ആരാ ചേട്ടാ എന്ന്. നമ്മളുണ്ടല്ലോ ഇപ്പം ഈ ഇരിക്കുന്നവരും ഞാൻ ഏകദേശം ഒരു ഏജാണ്. നമ്മളുണ്ടല്ലോ കിടിലൻ തലമുറയാണ്. നമ്മൾ പഴയ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പുതിയ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൂറൊക്കെ പോകുമ്പോൾ എന്താണ്ടാ പാല് കാറ അതൊക്കെ വന്നാലേ ഡാൻസ് ചെയ്യുള്ളൂ. ഈ പുതിയ പാട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. കൊറിയക്കാർ കൊറിയൻ ഹാട്ടാത്രേ. എൻ്റെ മോളെടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചത്. BTS എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. 7 പേരുണ്ട് BTS-ൽ. 7 എണ്ണത്തിൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ ആഘോഷിക്കും. എൻ്റെ ബർത്ത്ഡേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ബർത്ത്ഡേ ഇല്ല ഇവന്മാര്. പക്ഷെ നമ്മളിതൊക്കെ പഠിച്ചതല്ലേ അല്ലേ? സകല പരിപാടിയും നമുക്കറിയാം. ഒരു പാരന്റ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക, സാർ എന്താണ് ഈ DIR? മോള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ പോയി നിന്നപ്പോഴാണ് ഒരു ദിവസം ഇതാദ്യമായി കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു. അമ്മ ബാക്കിൽ വരുമ്പോൾ DIR എന്ന് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ചു, മക്കളെ എന്താണ് ഈ DIR? അതെന്താണെന്നറിയും, ഡേഞ്ചർ ഇൻ റൂം. ആരാ ഡേഞ്ചർ? അമ്മ. പാവ അമ്മയും അച്ഛനും. ചില അമ്മമാരുടെ ഡയലോഗ് ഉണ്ട് ഇത്രേ, നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത്? അപ്പൊ കുട്ടികളും മറുപടി, ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാം. 4 കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടവർ. 4 കാര്യങ്ങൾ. ABCD. A അഡ്വൈസ്. B ബ്ലെയിം. കുറ്റപ്പെടുത്തുക. നീ നന്നാവില്ലടാ. എന്താ നന്നാവത്ത്? അതെനിക്കറിയില്ല, പക്ഷെ നീ നന്നാവില്ല. C കമ്പാരിസൺ. കണ്ടുകൂടാ മനുഷ്യന്. എനിക്കും കണ്ടുകൂടാ. കടിഞ്ഞൂൽ പൊട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? കടിഞ്ഞൂൽ പൊട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഞാനാണ്. മൂത്ത കുട്ടി പൊട്ടൻ, 2ാമത്തത് ജിംബ്രൂട്ടൻ, 3ാമത്തത് കിടുകിടുകുട്ടൻ. ഞാനാണ് മൂത്തത്. ഒരു വീട്ടിൽ 3-4 പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ? അതിൻ്റെ അർത്ഥം മൂത്തത് പൊട്ടനാണെന്നാണ്.